ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണത്. അങ്ങനെ ശ്രുതിനെ വിളിച്ചു പറയുന്നുണ്ട്, വെൽവിഷർ വിളിച്ച് പറയുന്നുണ്ട്, അശ്വിൻ സാരം ലണ്ടനിൽ എത്തിയിട്ടില്ല എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിൽ ഇങ്ങനെ വെൽവിഷറെ പോലെ പറയണമെന്നല്ല, അവിടുത്തെ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയേണ്ട, ശ്രുതിനെ വിളിച്ചു പറയാണ് ചെയ്യേണ്ടത് അശ്വിൻ അവിടെ ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന്. പക്ഷെ ഇതിലിപ്പോ വെൽവിഷറെ പോലെയല്ല കാണിക്കണത്. അങ്ങനെ ശ്രുതി സത്യം മനസ്സിലാക്കാണ്. സത്യം മനസ്സിലാക്കുന്ന ശ്രുതി തിരിച്ച് അശ്വിന്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ അഞ്ജലിയും ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ലണ്ടനിലേക്ക് പോയതല്ലേ, പിന്നെ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് മുത്തശ്ശി, ഞാനേ അമ്മയടുത്തും അമ്മായിടത്തും പറഞ്ഞായിരുന്നു പോകുന്ന കാര്യം. അപ്പൊ അവര് പറഞ്ഞു ഈ സമയത്ത് ട്രാവൽ ചെയ്യണത് വല്ലാത്ത അപകടം ഉണ്ടാക്കുമെന്നൊക്കെയാ പറയണത്, അതുകൊണ്ട് പോക്ക് ക്യാൻസൽ ആക്കിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇത് എന്തൊരു കഷ്ടമായത്. എന്തായാലും അങ്ങനത്തെ ഒരു വിശ്വാസം രാധക്കും പ്രമീളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാരില്ല, ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എപ്പോഴാച്ചാ പോകാം, അപ്പോഴേക്കും കുഞ്ഞിനും വരുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും എന്താണ് മുത്തശ്ശി അതുപോലെ തന്നെ അഞ്ജലി കൂടി എന്തൊരു കഷ്ടം, അവരുണ്ടല്ലോ അവിടെ പോയിട്ട് ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കട്ടെ വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞയച്ചത്. അവര് 2 ദിവസം ലണ്ടനിലൊക്കെ അടിച്ചു പൊളിക്കട്ടെ വെച്ചിട്ട് കൂടിയിട്ടല്ലേ മുത്തശ്ശി നമ്മൾക്ക് എന്തൊരു പ്ലാൻ ഉണ്ടാക്കിയത്. സാരില്ല അഞ്ജലി, എല്ലാം ശരിയാവുന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. റൂമിലെത്തിയ ശ്രുതി കരച്ചിലോട് കരച്ചിലാട്ടോ. പ്രീതി വരുന്നുണ്ട്. ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ ചേച്ചി, അല്ല ശ്രുതി, നീ എന്തിനാ വിഷമിക്കുന്നത്? സത്യം പറ, നിന്നെ അമ്മയോ അമ്മായി എന്തിനും വിളിച്ചിരുന്നോ? ഞാൻ അമ്മേനെ അമ്മായിനെ വിളിച്ചു, അവരറിഞ്ഞിട്ട് പോലും ഇല്ല ഒന്നും. എന്തിനാ ശ്രുതി നീ കള്ളം പറഞ്ഞത്? എനിക്കറിയണം എന്തു പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ചേച്ചി വേറെ ആർക്കും പറയരുത്, അശ്വിൻ സാർ അവനെ കാണാനില്ലെന്ന് പറയണേ. കാണാനില്ലെന്നോ? അശ്വിൻ സാർ എവിടെ പോയി? എനിക്കറിയില്ല ചേച്ചി. ഞാൻ ഇവിടെ ലണ്ടനിലേക്ക് പോകാൻ പോയപ്പോഴേക്കും ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു അശ്വിൻ സാറും ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന്. അല്ലെങ്കിലും എനിക്കും തോന്നുന്നുണ്ട് ചേച്ചി, അശ്വിൻ സാർ ലണ്ടനിലല്ല, വേറെ എവിടെയൊക്കെയാണ്. ആരൊക്കെ അശ്വിൻ സാറിനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അശ്വിൻ സാറിനെ ആരൊക്കെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. അശ്വിൻ സാറിന് എന്തോ വലിയ അപകടം പറ്റിയിരിക്കുക ചേച്ചി. അയ്യോ, ഇതിപ്പോ അഞ്ജലി ചേച്ചിയെ കാരണം ഭയങ്കര പ്രശ്നമാവുമല്ലോ ചേച്ചി. ഇപ്പൊ ഈ കാര്യം ഈ വീട്ടിൽ ആരോടും പറയണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇത് നമ്മുടെ എനിക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കേട്ടതും ഇത് മനോരമയുടെ ഒന്ന് പറയണ്ട. എന്റെ മനോരമാന്റെ നമ്മുടെ അശ്വിനില്ലേ, അശ്വിൻ കുഞ്ഞിന് എന്ത് പറ്റി? അശ്വിൻ ഇതുവരെയായിട്ട് ലണ്ടനിൽ പോയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ലാന്ന്. നീ എന്തൊക്കെയാ എനിക്ക് മോനെ ഈ പറയണതെന്ന് ചോദിക്കുമ്പോ സത്യമാണ് ആന്റി ഞാൻ പറയണത്. അശ്വിൻ സാറാം ഇതുവരെ ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന് ലണ്ടനിലുള്ള ആൾക്കാർ തന്നെ അത് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോ ഇതെല്ലാം തന്നെ നമ്മുടെ അഞ്ജലി പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നത് അഞ്ജലിക്ക് ആകെ ഷോക്കായി പോകാണ്. അഞ്ജലി അപ്പൊ തന്നെ തലകറങ്ങി വീഴുമ്പോഴേക്കും മുത്തശ്ശിയും മനോരമയും എനിക്കൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ അഞ്ജലി, അഞ്ജലി എഴുന്നേക്ക്, അഞ്ജലി മോളെ എഴുന്നേക്ക് എന്നൊക്കെ പറയുമ്പോ അഞ്ജലി അങ്ങനെ എഴുന്നേക്കൊന്നും കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് മുഖത്തിന് വെള്ളമൊക്കെ തളിക്കുമ്പോഴേക്കും അഞ്ജലി എഴുന്നേക്കുന്നുണ്ട്. എന്റെ കുഞ്ഞൻ ലണ്ടനിലേക്ക് എത്തിയിട്ടില്ല, നിന്റെ അടുത്ത് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഞാൻ അറിഞ്ഞു. സത്യം പറ ശ്രുതി, നീ ഇതുകൊണ്ടിട്ടല്ല ലണ്ടനിൽ പോവാതിരുന്നത്. ശ്രുതി അപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഇല്ല ചേച്ചി, ചേച്ചിയുടെ ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? ഇല്ല, അശ്വിൻ സാർ ലണ്ടനിൽ തന്നെയുണ്ട് എന്നൊക്കെ പറയാണ് ശ്രുതി. അപ്പോഴേക്കും ശ്രുതി ഒരു കോള് ശ്രുതിക്ക് ഇങ്ങനെ വരുവാട്ടോ. അത് അശ്വിൻ സാറാമ എന്ന രീതിയിൽ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഹലോ, അശ്വിൻ സാർ ഇവിടെ ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ചേച്ചിയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. സാർ എന്താ വിളിച്ചിട്ട് ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് സാറേ. സാറ് അങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലി അവിടെ ശ്രുതി എനിക്ക് ഫോൺ താന്ന് പറയാണ്. ശ്രുതി ആണെങ്കിൽ കള്ളത്തിൽ വെറുതെ ഫോൺ ചെവി വെച്ചോണ്ടിരിക്കുക കേട്ടോ. തിരക്കാണെന്നോ? ഹലോ, കേൾക്കുന്നില്ലേ? ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അഞ്ജലി ചേച്ചി അവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, അശ്വിൻ സാർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. കുഞ്ഞൻ വിളിച്ചല്ലോ, എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അപ്പുറത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഫോൺ ശ്രുതി ഇങ്ങനെ ഫോൺ ചെവി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശിക്ക് മനസ്സിലായി ശ്രുതി കള്ളത്തരം പറയുകയാണെന്ന്. അപ്പൊ ശ്രുതിയുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ശ്രുതി സത്യം എന്നോടെങ്കിലും നീ പറ, അശ്വിൻ എന്താ പറ്റിയത്, കുഞ്ഞിന് എന്താ പറ്റിയത്? ശ്രുതി പറ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പൊട്ടിക്കരയാണ്. മുത്തശ്ശി എനിക്ക് അറിയില്ല മുത്തശ്ശി, അശ്വിൻ സാർ ലണ്ടനിൽ എത്തിയിട്ടുമില്ല എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ ലണ്ടനിലേക്ക് ഇവിടുന്ന് പോകുന്ന വഴിക്ക് എന്നെ ഒരാൾ വിളിച്ചിരുന്നു, അശ്വിൻ സാർ ഇതുവരെ ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്കെന്ത് വലുത് പേടിയാവുന്നു. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അഞ്ജലി ചേച്ചി ആകെ തകർന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്, അല്ലാതെ അമ്മയെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. അത് കേൾക്കുന്നത് മുത്തശ്ശിക്കും വല്ലാത്ത വിഷമമാണ്. ഈശ്വര, പിന്നെ കുഞ്ഞിനിത് എവിടെ പോയി, ഈശ്വര എന്റെ കുഞ്ഞിനിത് എവിടെ പോയി എന്നൊക്കെ വിഷമിച്ച് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുവാട്ടോ. ശ്രുതി പറയണ്ട, മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കല്ലേ, നോക്ക് നമ്മളെന്തിനും വിഷമിച്ചു കഴിഞ്ഞാൽ അഞ്ജലി ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കാത്ത രാത്രി ആകുമ്പോഴേക്കും വീണ്ടും അഞ്ജലിക്ക് കുറെ സംശയങ്ങളൊക്കെ തോന്നും കേട്ടോ. അശ്വിൻ ലണ്ടനിൽ ഇല്ലെന്നും വേറെ ഇവരിങ്ങനെ കള്ളം പറയണതാന്നൊക്കെ മനസ്സിലാവാണ്. അങ്ങനെ അഞ്ജലി രാത്രി ആകുമ്പോഴേക്കും എന്തൊക്കെ വന്നാലും എനിക്ക് കുഞ്ഞിനോട് സംസാരിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാട്ടോ. ശ്യാമിന്റെ കാര്യം മനസ്സിലായി, ഇനിയിപ്പൊ കുഞ്ഞിനെങ്ങാനും വിളിച്ചില്ല എന്നാണെങ്കിൽ കാര്യങ്ങളൊക്കെ
കൈവിട്ടു പോകുമെന്ന് ശ്യാമിനെ മനസ്സിലായി കേട്ടോ. അപ്പൊ തന്നെ ശ്യാം വേഗം തന്നെ ആ ഗുണ്ടകളെ വിളിക്കാണ്, ഫോൺ വിളിക്കാണ്. അപ്പോൾ അവര് പറയുന്നുണ്ട്, എന്താ സാർ, എന്താ വിളിച്ചു ചോദിക്കുമ്പോൾ, അതെ, ഫോൺ അശ്വിന്റെ കയ്യിലേക്ക് കൊടുക്കണം, എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാതെ ലണ്ടനിലാണ് എന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പറയണം. അങ്ങനെ ഗുണ്ടകൾ അശ്വിനെ കെട്ടിയിട്ടിരിക്കട്ടെ. അശ്വിന്റെ തലക്ക് നേരെ തോക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് തോക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എന്താ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം, നിങ്ങളുടെ ചേച്ചിയാണ് സംസാരിക്കുന്നത്, ചേച്ചിയുടെ നിങ്ങൾ ലണ്ടനിലാന്ന് പറയണം, നിങ്ങളുടെ ചേച്ചിയുടെ സ്വഭാവം അറിയാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ ആള് ഹൃദയം പൊട്ടി ചത്തുപോകും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്തായാലും ലണ്ടനിലാണെന്ന് തന്നെ പറയാൻ പാടുള്ളൂ. അങ്ങനെ അശ്വിന്റെ മൊബൈലിൽ നിന്ന് കോള് അഞ്ജലിയുടെ ഫോണിലേക്ക് വരും കേട്ടോ. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവണേ, കുഞ്ഞനാണല്ലോ വിളിക്കണതുമായിട്ട് അഞ്ജലി ഫോൺ എടുക്കുകയാണ്. ഹലോ കുഞ്ഞ്, ആ ചേച്ചി ഞാനാണ്. എന്താ കുഞ്ഞ നീ ഇത്ര ദിവസമായിട്ട് വിളിക്കാതിരുന്നത്? നീ എന്താ ഒരു വോയിസ് മെസ്സേജ് മാത്രം അയച്ചിട്ട് വേറെ ഒന്നും നീ അയച്ചു പോലും ഇല്ല, എന്താ കുഞ്ഞ നീ വിളിക്കാത്തത്? എന്ത് പറ്റി കുഞ്ഞ, നീ ലണ്ടനിലല്ലേ? അയ്യോ ചേച്ചി ഞാൻ ലണ്ടനിൽ തന്നെയാണ്, ചേച്ചി വിഷമിക്കല്ലേ, ഞാൻ കുറച്ച് തിരക്കിലായത് കൊണ്ടിട്ടാണ് ഞാൻ വിളിക്കാതിരിക്കണത്. ചേച്ചി മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം, എനിക്ക് ഒരു കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ എത്തും എന്ന് പറയാണ്. ആ ഇവിടെ എല്ലാവരും ഉണ്ട് കുഞ്ഞ്, ഞാൻ ഫോൺ കൊടുക്കണം. മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത്, ഹലോ കുഞ്ഞ്, ആ മുത്തശ്ശി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ആകെ വിഷമത്തിലാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ വെമ്പൽ കൊള്ളുവാട്ടോ ആ ഫോണൊന്ന് മേടിച്ച് സംസാരിക്കാനായിട്ട്. അശ്വിന്റെ സംസാരം കേൾക്കാണ്ട് ശ്രുതി ഇങ്ങനെ ആകെ ആകെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പൊ സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ട്, അതേ ശ്രുതി ഇവിടെ ഉണ്ട്, ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ശ്രുതി ഫോൺ വിളിച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോൾ അശ്വിന് എന്ത് പറയണമെന്ന് അറിയില്ല. അശ്വിൻ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കുകയാണ്. അത് വിഷമത്തോടു കൂടി കരയുമ്പോൾ ഞങ്ങളിങ്ങനെ ശ്വാസം എടുക്കില്ലേ, അതുപോലെ അശ്വിൻ ശ്വാസം എടുക്കണം. അതിൽ നിന്ന് തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അശ്വിൻ അവിടെ വല്ലാത്ത എന്തോ ബുദ്ധിമുട്ടിലാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാട്ടോ. ശ്രുതിയും ആകെ വിഷമത്തിൽ അശ്വിൻ സർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അശ്വിൻ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അശ്വിൻ എന്തോ ഒരു അപകടത്തിലാണെന്ന്. അങ്ങനെ ശ്രുതി ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ രാത്രി ഫുള്ളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അശ്വിൻ സാർ ഇത് എവിടെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ശ്രുതിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അശ്വിൻ അഞ്ജലി അടുത്ത് രാത്രി സംസാരിക്കുന്ന സമയത്ത് ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ സ്ഥലം എവിടെയാണെന്ന് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ശ്രുതി ആ ഒരു സ്ഥലത്തിലേക്ക് ആയിരിക്കും അശ്വിൻ എന്നൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അത് മാത്രല്ല ശ്രുതി ആണെങ്കിൽ മനോരമയെടുത്ത് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അശ്വിന്റെ ഗുളിക, അതായത് അശ്വിൻ ടാബ്ലറ്റ് ഒന്നും എടുക്കാതെയാണ് പോയത്. അങ്ങനെ ടാബ്ലറ്റ് ശ്യാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ശരിക്കും ആ ടാബ്ലറ്റ് 2 മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ ആ ഭാഗത്ത് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആരാണ് ടാബ്ലറ്റ് വാങ്ങിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ മനോരമയും ശ്രുതിയും കൂടിയിട്ട്. അങ്ങനെ മനോരമയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ശ്രുതി ആ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ മനോരമ അടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ മനോരമ പറയണ്ട, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ, അത് നിനക്ക് വേണ്ടല്ല കുഞ്ഞിന് വേണ്ടി മാത്രം എന്ന് പറയാണ്. ശരിയെന്ന് പറയണ്ട. അങ്ങനെ മനോരമയും ശ്രുതിയും കൂട്ടി അശ്വിനുള്ള സ്ഥലം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് വലിയ ദുരന്തങ്ങളാണ് ശ്രുതി അനുഭവിക്കാൻ പോകുന്നത്. കാരണം ശ്രുതിനും അവിടെ ഇത് അശ്വിനെ പോലെ തന്നെ ശ്രുതിനും അവിടെ അവരവിടെ ബന്ധിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇനി അടുത്ത ആഴ്ച വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച അശ്വിനെ കാണിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയാണ് അശ്വിൻ ശ്രുതിയുടെ പ്രണയം പറയുന്ന ഭാഗം അടുത്ത ആഴ്ച തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.